Hi my dear children, good morning to all. Welcome back to our English classroom. Do you remember our last class? We read the story of Lenjo. Who is Lenjo? Lenjo is a farmer. He had a cornfield. He wanted to rain on his cornfield, but a huge hailstone came instead of rain. So his cornfield was totally destroyed. He was very sad. All through the night, Lenjo thought only of his one hope, God. Next day, Lenjo wrote a letter to God. Do you want to know the remaining part of the story? Okay, shall we go to the next part? Please listen. The postman went to his boss laughing heartily. He showed him the letter to God. The postmaster also broke into a laugh. But immediately he turned serious. What faith! I wish I had the faith of the man who wrote this letter. Imagine starting up a correspondence with God. The postman went to his boss laughing heartily. ചിരിച്ചാണ് നമ്മുടെ പോസ്റ്റ്മാൻ അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ അടുത്തേക്ക് എന്നത്. ആരാണ് ബോസ്? പോസ്റ്റ് മാസ്റ്റർ. ഹി ഷോഡ് ഹിം ദ ലെറ്റർ ടു ഗോഡ്. അദ്ദേഹം തൻ്റെ ബോസിന്, അതായത് പോസ്റ്റ് മാസ്റ്റർക്ക് ഈ ലെറ്റർ കാണിച്ചു. ആർക്കുള്ള ലെറ്ററാണ്? ദൈവത്തിനുള്ള ലെറ്റർ കാണിച്ചു. ദ പോസ്റ്റ് മാസ്റ്റർ ആൾസോ ബ്രോക്ക് ഇൻ ടു എ ലോഫ്. പോസ്റ്റ് മാസ്റ്ററും പെട്ടെന്ന് ചിരിച്ചുപോയി. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഹി ടേൺ സീരിയസ്. പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സീരിയസ് ആയി. വാട്ട് ഫെയ്ത്ത്! എന്തൊരു വിശ്വാസമാണ് ഇത്! ഐ വിഷ് ഐ ഹാഡ് ദ ഫെയ്ത്ത് ഓഫ് ദ മാൻ ഹു റോട്ട് ദിസ് ലെറ്റർ. ഇമാജിൻ സ്റ്റാർട്ടിങ് അപ്പ് എ കറസ്പോണ്ടൻസ് വിത്ത് ഗോഡ്. ഇദ്ദേഹത്തിൻ്റെ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ദൈവവുമായിട്ട് ഒരു കത്തിടപാട്, കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാട് നടത്താമായിരുന്നു എന്ന് പോസ്റ്റ് മാസ്റ്റർ പറയാണ്. ദ പോസ്റ്റ് മാസ്റ്റർ കെയിം അപ്പ് വിത്ത് ആൻ ഐഡിയ. Send a reply to Lenjo from God. But he needed something more than goodwill, ink and paper to answer the letter. He took a collection from the employees of the post office. He himself gave a part of his salary. The postmaster came up with an idea. പോസ്റ്റ്മാസ്റ്റർക്ക് ഒരു ആശയം മുന്നോട്ട് വെച്ചു. പോസ്റ്റ്മാസ്റ്റർ ഒരാശയം മുന്നോട്ട് വെച്ചു. സെൻഡ് എ റിപ്ലൈ ടു ലെൻജോ ഫ്രം ഗോഡ്. അത് ലെൻജോയ്ക്ക് ഒരു കത്തെഴുതാം. ദൈവം കത്തെഴുതുന്നത് പോലെ ഒരു കത്തെഴുതാം. ബട്ട് ഹി നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ, ലിങ്ക് ആൻഡ് പേപ്പർ ടു ആൻസർ ദ ലെറ്റർ. എന്നാൽ ആ കത്തെഴുതുമ്പോൾ നമുക്ക് കത്തെഴുതാനുള്ള ഒരു നല്ല മനസ്സോ മഷിയോ പേപ്പറോ ഒന്നും മതിയാവുമായിരുന്നില്ല അല്ലേ? പിന്നെ എന്തു വേണം? ലെൻജോ ആവശ്യപ്പെട്ടതൊന്നുണ്ട് അല്ലേ? 100 pesos ആവശ്യപ്പെട്ടിട്ടുണ്ട്. He took a collection from the employees of the post office. The postmaster took a collection from his colleagues of the post office. തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരിൽ നിന്നും അദ്ദേഹം ഒരു കളക്ഷൻ, പൈസ, കുറച്ച് ഫണ്ട് ശേഖരിച്ചു. He himself gave a part of his salary. അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗവും എടുത്തു. But it was impossible for him to put together 100 pesos. എന്നാൽ but it was impossible, very difficult to deal for him to put together 100 pesos. അപ്പോഴും 100 peso തികഞ്ഞില്ല. He was able to send the farmer only 70 pesos. How many pesos? 70 pesos. അതായത് 70 pesos അയക്കാനേ കഴിഞ്ഞുള്ളൂ. എന്താണ് ഈ പെസോ എന്ന് പറഞ്ഞാൽ? അത് നമ്മുടെ നാട്ടിലിപ്പോൾ രൂപ ഉണ്ടല്ലോ, റുപ്പീസില്ലേ, അതുപോലെ പല കൺട്രീസിലും പ്രചാരത്തിലുള്ള, ഉറുഗെ പോലെയുള്ള കൺട്രീസിൽ പ്രചാരത്തിലുള്ള കറൻസിയാണ് ഈ പെസോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹി പുട്ട് ദ മണി ഇൻ ആൻ എൻവലപ്പ് അഡ്രസ്ഡ് ടു ലെൻജോ. ഹി സെൻഡ് എ ലെറ്റർ അലോങ് വിത്ത് ഇറ്റ്. ഇറ്റ് കണ്ടെയ്ൻഡ് ഓൺലി എ സിഗ്നേച്ചർ ഓഫ് ഗോഡ്. അതായത് ഒരു കവർ എടുത്ത് പൈസ അതിൽ വെച്ചു. എന്നിട്ട് ദൈവത്തിൻ്റെ കത്ത് എന്ന രീതിയിൽ ഒരു കത്ത് വെച്ചു. ആ കത്തിൽ എന്ത് മാത്രമേ മെൻഷൻ ചെയ്തുള്ളൂ? ഇറ്റ് കണ്ടെയ്ൻഡ് ഓൺലി എ സിഗ്നേച്ചർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു ഒപ്പ് മാത്രമാണ് ഇവർ ഇട്ടത്. ഷാൽ വി ഗോ ടു ദി നെക്സ്റ്റ് സബ് ഹെഡിങ്. ഗോഡ് റിപ്ലൈസ്. ദൈവം മറുപടി പറയുന്നു.
The following day, Lenjo went to the post office earlier than usual. He asked the postman if there was a letter for him. The postman handed a letter to him. The postmaster looked on from the doorway of his office. The following day, അടുത്ത ദിവസം തന്നെ ലെഞ്ചോ വെൻ ടു ദി പോസ്റ്റ് ഓഫീസ് ഏർലിയർ ദാൻ യൂഷ്വൽ എന്ന് പറഞ്ഞാൽ പതിവിലും നേരത്തെ പോസ്റ്റ് ഓഫീസിലെത്തി. ഹി ആസ്ക്ഡ് ദ പോസ്റ്റ്മാൻ ഇഫ് ദർ വാസ് എ ലെറ്റർ ഫോർ ഹിം. അദ്ദേഹം പോസ്റ്റ്മാനോട് ചോദിച്ചു, എനിക്ക് വല്ല കത്തും ഉണ്ടോ എന്ന് ചോദിച്ചു. ദ പോസ്റ്റ്മാൻ ഹാൻഡഡ് എ ലെറ്റർ ടു ഹിം. പോസ്റ്റ്മാൻ ഒരു കത്തെടുത്ത് കൊടുത്തു. ദ പോസ്റ്റ് മാസ്റ്റർ ലുക്ക്ഡ് ഓൺ ഫ്രം ദ ഡോർവേ ഓഫ് ഹിസ് ഓഫീസ്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ അപ്പുറത്ത് ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ എത്തി നോക്കി, ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ. ലെഞ്ചോ ഷോഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി, സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. എന്നാൽ ആ കവർ തുറക്കുമ്പോൾ നമ്മുടെ ലെഞ്ചോയ്ക്ക് ഒരു സർപ്രൈസ്, ഒരു അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഹി ബിക്കേം ആംഗ്രി വെൻ ഹി കൗണ്ടഡ് ദ മണി. എന്നാൽ കവർ തുറന്ന് പൈസ എണ്ണി നോക്കിയപ്പോൾ ഹി ബിക്കെയിം ആംഗ്രി. വൈ? ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. അതായത് ദൈവത്തിന് ഒരിക്കലും മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്നാണ് പറയണത്. എന്തുകൊണ്ടാണ് ലെഞ്ചോയ്ക്ക് ദേഷ്യം വന്നത്? ഹി വാണ്ടഡ് 100 pesos ഫ്രം ഗോഡ്, അല്ലേ? ദൈവത്തിൽ നിന്നും 100 pesos ആണ് ആവശ്യപ്പെട്ടത്. ബട്ട് ദ ലെഞ്ചോ ഗോട്ട് ഓൺലി 70 pesos. So he became very angry. Immediately, Lenjo went up to the window to ask for paper and ink. പെട്ടെന്ന് തന്നെ ലെഞ്ചോ ആ ജനലിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്നൊരു പേപ്പറും ഇങ്കും ആവശ്യപ്പെട്ടു. ഹി സാറ്റ് അറ്റ് ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ. അദ്ദേഹം റൈറ്റിംഗ് ടേബിളിൻ്റെ അവിടെ ഇരുന്നു. ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ്. എന്നിട്ട് എഴുതാൻ തുടങ്ങി. വെൻ ഹി ഫിനിഷ്ഡ് ഹി വെൻറ്റ് ടു ദി വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ്. എന്നിട്ട് ഫിനിഷ് ചെയ്തപ്പോൾ ഒരു സ്റ്റാമ്പ് വാങ്ങിച്ചു. ഹി ലിക്ക്ഡ് ദ സ്റ്റാമ്പ് ആൻഡ് ദെൻ അഫിക്സഡ് ഇറ്റ് ഓൺ ദി എൻവലപ്പ് വിത്ത് എ തംബ് ഓൺ ഹിസ് ഫിസ്റ്റ്. അദ്ദേഹം ആ സ്റ്റാമ്പ് ഇങ്ങനെ ലിക്ക് ചെയ്തു. അതിൽ നനയ്ക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പശ തേക്കില്ലേ, അതിനെ ലിക്ക് ചെയ്തിട്ട് ആ സ്റ്റാമ്പ് എൻവലപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചു. ദ മൊമെൻറ്റ് ഓഫ് ദ ലെറ്റർ fell into the mailbox. The postmaster went to open it. പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ ലെറ്റർ ബോക്സിൽ ആ കത്തിടുകയും തൽക്ഷണം തന്നെ ആ കത്ത് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ എടുത്ത് നോക്കുകയും ചെയ്തു. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? Merciful God, of the money that I asked for, only 70 pesos reached me. Send me the rest, since need it very badly. But don't send it to me through the mail, because the post office employees are a bunch of crooks. Merciful God, കരുണാനിധിയായ ദൈവമേ, of the money that I asked for, only 70 pesos reached me. ഞാൻ ആവശ്യപ്പെട്ടതിൽ 70 പെസോ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, എൻ്റെ അടുത്ത് എത്തിയുള്ളൂ. സെൻഡ് മീ ദ റെസ്റ്റ്, ബാക്കി എനിക്ക് അയച്ചു തന്നാലും. സിൻസ് ഐ നീഡ് ഇറ്റ് വെരി ബാഡ്ലി, കാരണം എനിക്കത് വളരെ അത്യാവശ്യമാണ്. ബട്ട് ഡോണ്ട് സെൻഡ് ഇറ്റ് ടു മീ ത്രൂ ദ മെയിൽ, ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. എനിക്കത് മെയിലിലൂടെ അയച്ചു തരണ്ട. കാരണം ഈ പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് എല്ലാം ബഞ്ച് ഓഫ് ക്രൂക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വക്രബുദ്ധികളാണ് എന്നാണ് പറയുന്നത്. എല്ലാവരും വക്രബുദ്ധികളാണ്. അപ്പോൾ ലെഞ്ചോ ചിന്തിച്ചിരിക്കുന്നത്, ഇവന് ദൈവത്തിനൊരു മിസ്റ്റേക്കൊന്നും പറ്റില്ല, 100 പെസോസ് ദൈവം അയച്ചിട്ടുണ്ടാവും, അപ്പോൾ ബാക്കി 30 പെസോസ് ഈ പോസ്റ്റ് ഓഫീസിലുള്ളത് എടുത്തിട്ടുണ്ടാവും എന്നാണ് നമ്മുടെ ലെഞ്ചോ ചിന്തിക്കുന്നത്. അപ്പോൾ hi children, did you like the story? I think you understood the story very much. Now let us discuss the side questions. Okay, please look at the side question. Question number 11. Immediately after reading the letter,
the postmaster turned serious. Why? നമ്മുടെ ലെഞ്ചോ എഴുതിയ കത്ത് പോസ്റ്റ് മാസ്റ്റർക്ക് കാണിച്ചപ്പോൾ പെട്ടെന്ന് പോസ്റ്റ് മാസ്റ്റർക്ക് ചിരി വന്നു അല്ലേ? പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സീരിയസ് ആയി. എന്തുകൊണ്ടാണ്? വൈ എന്നാണ് ചോദിക്കുന്നത്. ലെഞ്ചോ ഹാഡ് സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ഹി ബിലീവ്ഡ് ഗോഡ് അലോൺ ക്യാൻ ഹെൽപ്പ് ഹിം. അതായത് ദൈവം മാത്രമേ തന്നെ സഹായിക്കാനുള്ളൂ. ആ ലെഞ്ചോയ്ക്ക് അത്രയും ഫെയ്ത്താണ്, അത്രയും വിശ്വാസമാണ് ദൈവത്തിനെ. അതുകൊണ്ടാണ് പെട്ടെന്ന് അദ്ദേഹം ചിരി നിർത്തിയത്. Then postmaster think it may be a joke. Then when he finished reading, he was surprised by the strong faith of the man. So he turned serious. Okay. Then 12th question. Why did the postmaster take effort to collect money for Lenjo? നമ്മുടെ ലെഞ്ചോയ്ക്ക് വേണ്ടി ഇത്രയും പണം സമാഹരിക്കാൻ, ഇത്രയും പണം കളക്ട് ചെയ്യാൻ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ എന്തിനാണ് ഇത്രയും പാടുപെട്ടതെന്നാണ് ചോദിക്കുന്നത്. The postmaster knew well that Lenjo would surely expect a reply from God. Okay, postmaster wanted to fulfill Lenjo's wish by sending him some money. അതായത് ലെഞ്ചോ അത്രയും ആഗ്രഹിക്കുന്ന ദൈവത്തിൽ അവന് അത്രയും വിശ്വാസമാണ്. അപ്പോൾ ആ പൈസ എന്തായാലും കിട്ടുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെടുത്തണ്ട എന്നാണ് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ചിന്തിച്ചത്. 13th question. Why was it difficult for the postmaster to collect 100 pesos? നമ്മുടെ പോസ്റ്റ് മാസ്റ്റർക്ക് 100 പെസോ ശേഖരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞു അല്ലേ? എന്താണ് അതിൻ്റെ കാരണം? He took collections only from the employees of the post office. They could donate only very small sums. അദ്ദേഹം തൻ്റെ എംപ്ലോയീസിൻ്റെ കൂടെയുള്ള എംപ്ലോയീസിൽ നിന്ന് മാത്രമേ പൈസ കളക്ട് ചെയ്തുള്ളൂ. പിന്നെ തൻ്റെ സാലറിയുടെ ഒരു പകുതിയും അല്ലെങ്കിൽ കുറച്ച് ഭാഗവും അദ്ദേഹം ഉപയോഗിച്ചു. പുറത്തൊന്നും അദ്ദേഹം കളക്ട് ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. 14th question. What would you do if you were the postmaster? നിങ്ങളാണ് പോസ്റ്റ് മാസ്റ്റർ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തം തന്നെ കണ്ടെത്തി എഴുതുക കേട്ടോ. 15th question. Why didn't Lenjo show any surprise when he got the money? എന്തുകൊണ്ടാണ് നമ്മുടെ ലെഞ്ചോയ്ക്ക് ഒരു സർപ്രൈസും തോന്നിയില്ല അല്ലേ? തോന്നാതിരുന്നത് എന്തുകൊണ്ടാണ്? Lenjo was sure enough that God would hear his prayer and send him the amount. So he was not surprised. ലെഞ്ചോയ്ക്ക് അറിയാം തൻ്റെ അഭ്യർത്ഥന ദൈവം കേൾക്കുമെന്നും പൈസ അയച്ചു തരുമെന്നും ഉറച്ച വിശ്വാസം നമ്മുടെ ലെഞ്ചോയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ലെഞ്ചോയ്ക്ക് ആശ്ചര്യമൊന്നും ഉണ്ടാവാതിരുന്നത്. 16th question. What was the expectation of the postmaster? Did it come true? പോസ്റ്റ് മാസ്റ്ററുടെ പ്രതീക്ഷ എന്തായിരുന്നു? Is it true? അത് സത്യമായോ എന്നാണ് ചോദിക്കുന്നത്. The postmaster expected that Lenjo would be highly surprised to see the money and he would thank God. But it didn't come true. നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ വിചാരിച്ചത് എന്താണ്? ഈ പൈസ കിട്ടിയാൽ അവൻ അത്ഭുതമാവും, ദൈവത്തിനോട് നന്ദി പറയും എന്നൊക്കെയാണ് വിചാരിച്ചത്. എന്നാൽ അത് സത്യമായില്ല. Why was Lenjo angry? ലെഞ്ചോ ദേഷ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? Lenjo hoped that God would send him 100 pesos. But when he counted the money, it was only 70. So he got angry. Clear? Then 18th question. The actions of Lenjo after counting the money are described in detail. Narrate what he did in the correct order. അതായത് 18th question പറയുന്നത് ആ പണം എണ്ണിയതിന് ശേഷം ലെഞ്ചോയുടെ പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു എന്നതാണ്. അതിൻ്റെ ആൻസർ കംസ് പേജ് നമ്പർ 42. Find out the answer. Okay. Then 19th question. Was Lenjo greedy? How do you describe him? ലെഞ്ചോ ഒരു ദുരാഗ്രഹിയായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ചോദിക്കണം. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടേതായ ഒരു കൺസെപ്റ്റ് അവിടെ എഴുതുക. അദ്ദേഹം എങ്ങനെയുള്ള മനുഷ്യനാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് 19ാമത്തെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അറിയുന്നത് പോലെ എഴുതുക. ഡിയേഴ്സ്, all of you write the answers of these sides questions and send it to your teachers.
Let us stop our class now. Meet you soon in the next class. Bye.